Oh, Oh, intense. and making ഭയങ്കര ഫീൽ. Color shading. Welcome to Junk Talk. Let's react to the glimpse of Kadaisi Ulagapur movie. I was expecting it's a music or something like that. ബിക്കോസ് ഹിപ്പ് ഹോപ്പ് തമിഴയുടെ പേര് കണ്ടിട്ടല്ലേ. ആൻഡ് പക്ഷെ നമുക്കറിയാം ഹിപ്പ് ഹോപ്പ് തമിഴയുടെ കുറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഞാൻ പടം കണ്ടിട്ടില്ലെങ്കിലും ഒരു മൂവിയിലെ കുറെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. നാപ്റ്റേ തുണി അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു. അതിലെ എല്ലാ പാട്ടുകളും ഭയങ്കര ഫേമസ്. എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഹിപ്പ് ഹോപ്പ് തമിഴ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ആ ഒരു സംഭവമാണ്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം അതുപോലെ കുറെ മൂവീസ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ റീസെന്റ് ഏതൊക്കെ ഒരു മൂവീസിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആ പടം പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ ഒന്നും ഞാൻ അദ്ദേഹത്തിന് ശരിക്കും ഒരു മൂവി പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ മൂവിയുടെ ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും ആക്ട് ചെയ്യുന്നതിലെ മെയിൻ സ്റ്റാറും അദ്ദേഹം തന്നെയാണ്. ആൻഡ് കടൈസെ ഉലഗപ്പോർ, അതായത് ഏകദേശം ഒരു അവസാനത്തെ വേൾഡ് വാർ. കാരണം ഉലഗ എന്ന് പറയുമ്പോൾ വേൾഡ് ആയല്ലോ, പോർ വാർ തന്നെയാണ്. അപ്പം കടൈസി എന്ന് പറയുമ്പോൾ എൻഡ്. അപ്പൊ മൂന്നാമത്തെ മഹാലോക യുദ്ധം, അതാണ് മൂന്നാം മഹാലോക യുദ്ധം അങ്ങനെയാണ്. അപ്പൊ അത് തമിഴിൽ ശരിക്കും കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്. ശരിക്കും തേർഡ് വേൾഡ് വാർ എന്ന് കേൾക്കുന്നേക്കാളും കടൈസി ഉലഗപ്പോർ എന്ന് പറയുമ്പോൾ അത് പല രീതിയിലും ആകാം. വി ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ എനി വേ. അതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ രീതിയിൽ തന്നെ ആവണമെന്നില്ല. ലൈക്ക് യുനോ ദ കോൺഫ്ലിക്ട്സ് എനിത്തിങ്. അത് മാത്രമല്ല, നമ്മൾ പണ്ട് മുതലേ കേൾക്കാറുണ്ട്, രണ്ട് മഹായുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞാൽ മൂന്നാമത്തത് പലരും പറയാറുണ്ട് ഓരോ കാരണങ്ങളായിരിക്കും. It's not going to be with the weapons നമ്മൾ കേൾക്കാറുണ്ട്. It's going to be with some other thing. It can include anything, includes religion too. അപ്പൊ എന്തായാലും water yeah for മണ്ണ് എന്തോ. അപ്പൊ എന്തായാലും let's watch. റെഡി അല്ലേ? മെയിൻ ആയിട്ട് വേറെ സ്റ്റാർ കാസ്റ്റ് ഒന്നും അറിയില്ല കേട്ടോ. നാസർ ഉണ്ടെന്ന് തോന്നുന്നു. തുടങ്ങിയാലോ? തമിഴിൽ തന്നെ ഭയങ്കര രസമില്ലേ, ഒരു വേൾഡിന്റെ. ഇതാണ് ഹിപ്പ് ഹോപ്പ് തമിഴ് അല്ലേ? അതെ അതെ. നമുക്ക് മറ്റേ ഹിപ്പ് ഹോപ്പ് തമിഴ് പറയുമ്പോ മറ്റേ കോമാളിയിലെ സോങ്സ്, അതാണ് എല്ലാ പാട്ടാ മനസ്സിലോട്ട് വരുന്നത്. ഒരു യുദ്ധ ശേഷം ഹിപ്പ് ഹോപ്പ് തമിഴ് തന്നെയാണ് പ്രൊഡ്യൂസ്. சதன் ப்ராவின்ஸுக்கு பிரதமராக நியமிச்சிருக்காங்க. എന്തായാലും പക്ഷെ ഭയങ്കര ഇന്റൻസ്. പിന്നെ അത് പാട്ട് എന്തായാലും ചെയ്യല നന്നായിട്ട്. அப்பா எனக்கு இன்னும் தமிழ் உயிரோடு தான் இருப்பான்னு தோணுது. Intense. And making ഭയങ്കര ഫീൽ. Color shading. കടൈസെ ഉലഗപ്പോർ. That feels. It's full that fiery thing. What was that? Impressed. Intense. അല്ലേ? ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഐ വാസ് എക്സ്പെക്ടിങ് ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു എനി വാർ ആൻഡ് ഓൾ. പക്ഷെ ഇത് ഏകദേശം ഒരു വാർ റിലേറ്റഡ് സംഭവങ്ങളാണ് കാണിക്കുന്നത്. ഡ്യൂറിങ് ദ വാർ ഓർ പോസ്റ്റ് വാർ അങ്ങനത്തെ കുറെ സാധനങ്ങളാണ്. ആൻഡ് ഓൾസോ ലൈക്ക് യു നോ ദാറ്റ് ഫീൽ വെൻ വി ആർ വാച്ചിങ് ഈ ഒരു പർട്ടിക്കുലർ ഗ്ലിംസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു ഇറ്റ്സ് എ പെയിൻ ഓഫ് സംഭവങ്ങളൊക്കെയാണ് കുറെ കാണിക്കുന്നത്. ആൻഡ് പെയിൻ ആൻഡ് ഇമോഷൻസ് ആൻഡ് യുനോ എത്രത്തോളം അവിടെ ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും അവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ദ കളർ ഗ്രേഡിങ് ആൻഡ് എസ്പെഷ്യലി ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണ് കേട്ടോ ഇതിന്റെ മെയിൻ സംഭവം. ഈ കാണിച്ചതിന്റെ ദിസ് ക്യാൻ ബി ലൈക്ക് വി ക്യാൻ ഈവൻ ഫീൽ ദിസ് ഇസ് വെരി ഓക്കെ നാച്ചുറൽ എന്ന് നമുക്ക് പറയാം. മാത്രമല്ല മേ ബി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഡിസ്റ്റർബിംഗ് ആയേനെ നമ്മളെ കണ്ണിന്. കാരണം വെച്ചാൽ അത് കാണിച്ചിരിക്കുന്ന വിഷ്വൽസ് അങ്ങനത്തെയാണ്, ഭയങ്കരമായിട്ട് ഒരു അല്ലെ ആ ഒരു ഡിസ്റ്റർബിംഗ് വിഷ്വൽസ് ഉണ്ട്. റിയാലിറ്റി നമ്മള് ആസ് എ ഒരു നോർമൽ മനുഷ്യർക്ക് എന്ന് പറയുന്നത് അതൊരു കാണുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആണ് ഒബ്വിയസ്ലി. പക്ഷേ വിത്ത് ദ മ്യൂസിക് നമ്മൾക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് വെൻ മ്യൂസിക് ഡയറക്ടർ വിൽ ബിക്കം ആ ഒരു ഡയറക്ടർ പ്ലസ് ആക്ടിങ്. ഹി ക്യാൻ ഗീവ്
everything. It's going to be like ഒരു soul ഉണ്ടാവും എല്ലാത്തിലും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ആൻഡ് ഓൺലി വിത്ത് ഗ്ലിംസ്, ആ ഒരു ഗ്ലിംസിന്റെ മാത്രം വെച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സംഭവം. അതായത് ഈ സാധനം അതേ എഫക്റ്റിൽ തിയേറ്ററിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ ഫ്ലോ തന്നെ ഉണ്ടാവാനുള്ള അല്ലെ. സോ ആ ഒരു സാധനം ഭയങ്കര പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. ഓരോ ഷോട്ടിനും ഭയങ്കര എല്ലാത്തിലും പെർഫെക്ഷൻ ആൻഡ് ഒരു ലാഗ് ഫീൽ അങ്ങനത്തെ ഒരു സാധനമോ അല്ലെങ്കിൽ നമുക്ക് ഓക്കെ അങ്ങനത്തെ ഒന്നും അടിക്കുന്നില്ല. ബിക്കോസ് വി നോ ദിസ് ഇസ് വെരി ആ ഒരു ക്രിസ്പാണ് സംഭവം. പക്ഷെ എന്നാലും ഗ്ലിംസും ടീസറും ട്രെയിലറൊക്കെ ആ ഒരു തരുന്ന നമുക്കൊരു ഇംപ്രഷൻ എന്ന് പറയുന്നത് ദാറ്റ് സംതിങ് ഡിഫറെന്റ്. അതൊക്കെയാണ് നമുക്ക് മൂവി കാണാനുള്ള ഒരു ഇൻസ്പിറേഷൻ. ആൻഡ് അഗൈൻ ദിസ് ഇസ് ദ ഫസ്റ്റ് ഇംപ്രഷൻ. കാരണം ഗ്ലിംസ് എന്ന് പറയുന്നത് എപ്പോഴും ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അപ്പൊ അത് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ ആ ഒരു സക്സസ് കിട്ടി. കാരണം ആസ് എ മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സിംഗർ എന്നുള്ള രീതിയിൽ വി നോ ഹിം. എന്താ പറയാ, നമുക്ക് ആ ഒരു എല്ലാവർക്കും അറിയാം. പക്ഷെ എന്ന് വെച്ചാൽ ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് എക്സെപ്റ്റ് സം പാർട്ട് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ അത് ഒഴിച്ചു നിർത്തി കഴിയുമ്പോൾ പലർക്കും ചിലപ്പോൾ അറിയണം എന്നില്ല. അപ്പോ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് വുഡ് ബി കമ്മിങ്. നോ, ഇങ്ങനെയാണ് കുറച്ചും കൂടി നമ്മൾ അറിയുന്നത്, എസ്പെഷ്യലി നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ബിക്കോസ് യു പീപ്പിൾ വുഡ് ബി നോയിങ് ദാറ്റ് ഓക്കെ നമുക്ക് എന്താ അറിയില്ല. പക്ഷെ നമുക്ക് മ്യൂസിക് മാത്രമേ അറിയുള്ളൂ അദ്ദേഹത്തെ പറ്റിയിട്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം ഗംഭീരമാണ്. ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ബ്ലോക്ക് ബസ്റ്റർ സോങ്സ് ആണ് എല്ലാ സോങ്സും അല്ലെ. ഭയങ്കര രസമാണ് കേൾക്കാൻ വേണ്ടി. നമ്മളെ മറ്റേ ആ നാപ്റ്റേ 20 സോങ്ങിന്റെ അകത്ത് മറ്റേ മലയാളം മിക്സ് ചെയ്തിട്ടുള്ള സോങ് ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ വേണ്ടി. അതായത് എല്ലാ പാട്ടിലും ഭയങ്കര ബീറ്റ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം അതിനകത്ത് ഉണ്ടായിരിക്കും. മ്യൂസിക്കിൽ തന്നെ പല പല വേർഷൻസ് ഓഫ് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരേ രീതിയിലായിരിക്കില്ല അദ്ദേഹത്തിന്റെ മ്യൂസിക് എന്ന് പറയുന്നത്. ആ ഒരു മൂവിയിൽ ചിലപ്പോ എന്താ പറയാ, അത് എങ്ങനെയെങ്കിലും ആ ഒരു ജോണറിനോട് ഒപ്പിക്കും അല്ലെ, സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ മോർ അപ്ഡേറ്റ് ഫ്രം ദിസ് മൂവി. അപ്പൊ എന്തായാലും ഇഫ് യു നോ any other thing about this movie, please mention in the comment box. We'll see in another video. Bye bye.